വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ബീഹാർ വിധിയെ കുറിച്ചാണ്. എക്സിറ്റ് പോളിൽ ജൻസുരാജിന് 0, മഹാസഖ്യത്തിന്റെ അത്താഴം മുടക്കി. വോട്ട് ഷെയറിൽ കോൺഗ്രസിനെയും തോൽപ്പിക്കുമെന്ന് സർവേ ഫലം വന്നിരിക്കുന്നു. വോട്ട് ബട്ടണുകൾ അമരം മുമ്പത്തെ മുന്നറിയിപ്പുകളെല്ലാം ശരിവെക്കുന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. 9 എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളിലും നിതീഷ് കുമാറിന്റെ ജെഡിയുവും ബിജെപിയും നയിക്കുന്ന എൻഡിഎ സഖ്യം അധികാരം നിലനിർത്തുമെന്ന് പ്രവചിക്കുകയാണ്. അതേസമയം ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ ഊർജ്ജമാക്കി ആർജെഡിയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള മഹാസഖ്യം അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചവരെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു എക്സിറ്റ് പോളും മഹാസഖ്യത്തിന് അനുകൂലമായ ഒരു പ്രവചനം നടത്തുന്നില്ല. എൻഡിഎ സഖ്യത്തിന് 150 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് മിക്ക ഫലങ്ങളും നൽകുന്ന സൂചനയും. അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയ മഹാസഖ്യം 90 വരെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ. ചാണക്യ, പീപ്പിൾസ് ഇൻസൈറ്റ്, പീപ്പിൾസ് പൾസ് എന്നിവ മാത്രമാണ് മഹാസഖ്യത്തിന് 100-ലേറെ സീറ്റുകൾ പ്രവചിക്കുന്നത്. എന്നാൽ കേവല ഭൂരിപക്ഷത്തിനുള്ള മാജിക് നമ്പറിൽ എത്തില്ലെന്നും ഉറപ്പിക്കുകയാണ്. ദൈനിക് ഭാസ്കർ, മാട്രിക്സ്, പീപ്പിൾസ് ഇൻസൈറ്റ്, പീപ്പിൾസ് പൾസ്, JVC, PMark, ചാണക്യ സ്ട്രാറ്റജീസ്, TV റിസർച്ച്, ടിഫ് റിസർച്ച് എന്നിവയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഏജൻസികളുടെ എല്ലാം സർവേ ഫലങ്ങൾ എൻഡിഎക്ക് അനുകൂലമായാണ് പ്രവചിക്കുന്നത്. അതേസമയം മുൻ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി വേഷമണിഞ്ഞ ജൻസുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ വിധി നിർണയത്തിൽ വലിയ സ്വാധീന ശക്തിയാകുമെന്ന് വിലയിരുത്തുകയാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ 0 മുതൽ പരമാവധി 4-5 സീറ്റ് വരെയാണ് ജൻസുരാജിന് പ്രവചിക്കുന്നതും. എന്നാൽ വോട്ട് ഓഹരിയിൽ ബിഗ് ഇമ്പാക്ട് സൃഷ്ടിക്കുമെന്ന് വിവിധ സർവേ ഫലങ്ങൾ സൂചന നൽകുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച പാർട്ടിയാണ് ജൻസുരാജ്. 243 സീറ്റുകളുള്ള സംസ്ഥാനത്ത് 238 സീറ്റുകളിലാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി മത്സരിച്ചത്. വിജയ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നതാണെങ്കിലും വിവിധ മണ്ഡലങ്ങളിൽ മഹാസഖ്യത്തിന്റെ വിജയ സാധ്യത തടയാൻ ജൻസുരാജിന്റെ വോട്ട് പിടുത്തത്തിന് കഴിഞ്ഞേക്കും. പീപ്പിൾസ് പൾസ് റിപ്പോർട്ട് പ്രകാരം എൻഡിഎക്ക് 46.2%, മഹാസഖ്യത്തിന് 37%വുമാണ് വോട്ട്. 9.6% ജൻസുരാജ് പാർട്ടി സ്വന്തമാക്കുമെന്ന് പ്രവചിക്കുമ്പോൾ 2020-ൽ കോൺഗ്രസ് നേടിയ ആകെ വോട്ടുകളെക്കാൾ കൂടുതലാണിതെന്ന് ഓർക്കുക. പോസ്റ്റർ പ്രവചന പ്രകാരം ആർജെഡിക്ക് 23.3%, ബിജെപിക്ക് 21.4%, ജെഡിയുവിന് 17.6%, ജൻസുരാജിന് 9.7%, കോൺഗ്രസിന് 8.7%വുമാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ബിജെപി ജെഡിയുവിനെതിരായ ഭരണവിരുദ്ധ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ ജൻസുരാജ് പാർട്ടിയുടെ സാന്നിധ്യം വഴിവെച്ചുവെന്ന് എക്സിറ്റ് പോളുകൾ വെളിപ്പെടുത്തുന്നു. 1 വർഷം മുമ്പ് പാർട്ടി രൂപീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ രാഷ്ട്രീയ നിരീക്ഷകർ നൽകിയ മുന്നറിയിപ്പുകൾ ശരിവെക്കും വിധമാണ് ജൻസുരാജിന്റെ പ്രകടനം. പീപ്പിൾസ് പൾസ് 0 മുതൽ 5 സീറ്റ് വരെയും, ദൈനിക് ഭാസ്കർ 3 സീറ്റ് വരെയും, പീപ്പിൾസ് ഇൻസൈറ്റ് 2 സീറ്റും, മാട്രിക്സ് 2 സീറ്റും, JVC 1 സീറ്റുമാണ് ജൻസുരാജിന് പ്രവചിച്ചിരിക്കുന്നത്. ചാണക്യ, ടിഫ് റിസർച്ച് എന്നിവർ 1 സീറ്റ് നേടില്ലെന്നും പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നിസ്സാരമായ വോട്ടിനായിരിക്കും വിവിധ മണ്ഡലങ്ങളിലെ വിധി നിർണായകമെന്ന് ഉറപ്പിക്കുന്നതാണ് സർവേ ഫലങ്ങൾ. അങ്ങനെയെങ്കിൽ ജൻസുരാജ് തന്നെയാവും മഹാസഖ്യത്തിന്റെ അത്താഴം മുടക്കുന്നതെന്ന് ഓർക്കുക. പ്രിയ പ്രേക്ഷകരെ, ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ വിഷയമാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. വീഡിയോ നിങ്ങൾ എല്ലാവരും പൂർണ്ണമായി കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തു തന്നെയായാലും വിധി നിർണയത്തിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.